തറാവീഹും വിത്തറും ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഈ പ്രതിഫലം നിങ്ങൾക്ക് കൂടിയുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, മൻ ഖാമ മഅൽ ഇമാമി ഹത്തൻ സുരിഫ കുതിബ ലഹു ഖിയാമു ലൈലത്തി. ഇമാം നമസ്കാരം പൂർത്തീകരിച്ച് പിരിഞ്ഞു പോകുന്നത് വരെ അദ്ദേഹത്തെ തുടരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചതിന്റെ പ്രതിഫലമാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, തറാവീഹ് നമസ്കാരവും വിത്ർ നമസ്കാരവും ഇമാമിന്റെ കീഴിൽ നിന്നുകൊണ്ട് ആ ജമാഅത്ത് പൂർത്തീകരിച്ച് പിരിഞ്ഞു പോകുന്നവരെ സംബന്ധിച്ചാണ് ഈ വലിയ ഓഫർ കിട്ടാൻ പോകുന്നത്. എന്നാൽ കുറച്ചെങ്കിലുമൊക്കെ ആളുകളെ നമ്മൾ പള്ളികളിൽ കാണാൻ കഴിയും. അവര് തറാവീഹ് സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ വീടുകളിലേക്ക് പിരിഞ്ഞു പോവുകയും വിത്ർ നമസ്കാരം അവർ വീട്ടിൽ നിന്ന് പിന്നീട് തഹജ്ജുദിന് ശേഷം നിർവഹിക്കുന്ന ഒരു രീതിയിലേക്ക് മാറ്റാറുണ്ട്. എന്നാൽ സൗദി അറേബ്യയിലെ ഔദ്യോഗിക ഫത്വ കൗൺസിൽ മെമ്പറായിട്ടുള്ള അഷൈഖ് സ്വാലിഹ് അൽ ഫൗസാൻ പറയുന്നുണ്ട്, ഈ ഹദീസ് വെച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ പിരിഞ്ഞു പോകുന്നത് സുന്നത്തിന് വിരുദ്ധമാണ് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ആളുകൾക്ക് ഇതിൽ ഫിഖ്ഹീപരമായിട്ട് ഒരു സംശയം കൂടി വരാറുണ്ട്. പിന്നീട് വിത്ർ നമസ്കരിക്കുമ്പോൾ ഒറ്റയിൽ അവസാനിപ്പിക്കണോ എന്നുള്ള സംശയമുള്ളവരുണ്ട്. എന്നാൽ ഇദ്ദേഹം നൽകുന്ന വിശദീകരണത്തിൽ 2 റക്അത്തായിട്ട് തന്നെയാണ് പിന്നെ അവർ രാത്രി നമസ്കാരം അവസാനിപ്പിക്കേണ്ടത് എന്നുകൂടിയാണ്. ഏതായിരുന്നാലും ജമാഅത്തായിട്ട് തന്നെ വിത്ർ പൂർത്തീകരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തേണ്ടതുണ്ട്. അതാണ് അതിൻ്റെ പൂർണ്ണത എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ദീൻ അതുപോലെ പിന്തുടരാനുള്ള തൗഫീഖ് പടച്ച റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.